revolution of elastication of the illusion of magic. Magic. ആരൊക്കെപ്പിക്കാനാണ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. അതിന് പരിപാടിയൊന്നുമില്ല. പിന്നെ എന്ത് പ്രാക്ടീസ് പരിപാടി വരും. കൊറോണ കഴിഞ്ഞില്ലേ പരിപാടി വരുമോ? ഇന്നലെ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. വിളിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം, ആ പെട്ടിയില്ല അവിടെ കിടക്കണ പെട്ടി, ആ പെട്ടിയിൽ ഞാൻ കയറൂല കേട്ടോ. മറ്റേ മോളിക്കറി ഇങ്ങനെ കിടന്ന് കളിക്കൂലേ, കളിക്കൂല. ആ കോസ്റ്റ്യൂം ഇല്ലേ, അതിന്റെ പാന്റ് മൂട് കീറിപ്പോയി. അത് തയ്ച്ചാ പോരെ? തയ്ക്കണേനൊക്കെ ഒരു പരിധിയില്ല ആശാനെ. നീ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് യുദ്ധം ചെയ്യണം ഈ മാരി കീറി പോകാനായിട്ട്? ആ ടൊയ്നൂലൊക്കെ ഇട്ട് കെട്ടി ഞാൻ, പക്ഷെ പിന്നെ കീറി പോണ്. ഒരു വർത്താനം പറയുന്നത് ഇവിടെ റേഷനറി മേടിക്കാൻ കാശില്ലാതിരിക്കണം. അപ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയണത്. പിന്നെ മറ്റേ പെട്ടിയില്ലേ, അതില് പൂച്ച വെച്ച് കിടക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൊയലിന്റെ സംഭവം മാറ്റിയിട്ട് പൂച്ച കുഞ്ഞിനെ വെച്ചിട്ട് മാജിക് ചെയ്താലോ? എന്നിട്ട് വേണം പൂച്ച മാന്തിട്ട് സെപ്റ്റിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയി. എനിക്കൊന്നും പറ്റൂല ആശാനെ. നമുക്ക് പുതിയൊരു ഐറ്റം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുതിയ ഐറ്റം അടിപൊളിയായിരിക്കും. ഞാൻ വന്നിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മുട്ട മേടിക്കുന്നു. സ്റ്റേജിൽ കൊണ്ടുവന്ന് വിരിയിക്കുന്നു. എങ്ങനെയുണ്ട്? ഓഡിയൻസിന്റെ മുട്ട മേടിക്കും. അതിനെന്തിനാ ഓഡിയൻസിന്റെ മുട്ട മേടിക്കുന്നത്? ആശാൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്ന് നിന്നാ പോരെ, മുട്ടയും തക്കാളിക്കും കൂടി ഓട്ടോമാറ്റിക് വന്നോളും. അതല്ല ഞാൻ പറഞ്ഞത്, മുട്ടയിരിപ്പുണ്ടെങ്കിൽ ഒരു ഓംലേറ്റ് അടിച്ചു കേട്ടെ. 2 മുട്ടയിൽ ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു. കുരുമുളക് കൂടുതലിട്ട് ഒരു ഓംലേറ്റ് അടിച്ചതാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കണം നോക്കും. ആശാൻ എപ്പോഴും ഈ മുട്ടയിൽ നിന്ന് കുറെ കുരുമുളക് വാരി ഇടണം. അതിനകത്ത് വേറെ സീക്രട്ട് ഉണ്ട്. ഈ മജീഷ്യൻ എന്ന് പറയുമ്പോ അതിനകത്തൊരു സൗണ്ടിലാണ് പിടിച്ചു വെക്കുന്നത്. ഈ കുരുമുളക് തൊണ്ട ചെല്ലുമ്പോ അതിന്റെ ഒരു കരകരപ്പുണ്ടാവും. അപ്പൊ സൗണ്ട് ഇങ്ങനെ മാറും. എങ്ങനെ? ഇങ്ങനെ മാറും. എന്നിട്ട് നമുക്ക് illusion of the revolution of magic അങ്ങനെ പറയാം. അടിപൊളിയാണ്. അപ്പൊ രാംരാജ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. ഒരു മ്യൂസിക് കിട്ടോ? മാജിക് മാജിക്. വണ്ടി കയറി ഈ സാധനം ചെയ്യാം. ഈ സാധനം നീ ഇങ്ങനെ പാസ് ചെയ്യണം. ഓക്കെ, പൊളിഞ്ഞു പോയി. ഞാൻ തന്നെ മറക്കണ്ട ആശാന്. അതെ, ഒരു കമ്മിറ്റിക്കാരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ചിലപ്പോ ഇപ്പൊ തന്നെ അവൻ തന്നെ വരുന്നുണ്ട്. നീ തഞ്ചത്തിന് നിന്നോളാം. അടിപൊളി, ഞാൻ സൂപ്പറായിട്ട് നിന്നോളാം. പരിപാടി പിടിക്കാം. നമസ്കാരം. 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 ആലപ്പുഴന്ന് ഏതമ്പലമാണ്? അമ്പലമല്ല, ക്ലബിന്റെ പ്രോഗ്രാം. ക്ലബാണ്. അപ്പൊ നമ്മുടെ സിൽവർ ജൂബിലിയുടെ പരിപാടിയാണ്. ആയിക്കോട്ടെ. അപ്പൊ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളൊരു പ്രോഗ്രാം കിടക്കും. അടിപൊളി, ഭയങ്കര പരിപാടിയല്ലേ? അടിപൊളി പരിപാടി. അപ്പൊ നമുക്ക് പ്രോഗ്രാം ജനുവരി 20-ാം തീയതി. ജനുവരി 20 നമുക്ക് ഡേറ്റ് ഉണ്ടോ നോക്കിയേ. ഫോൺ എടുത്തേ നോക്കട്ടെ. ഒരുപാട് പരിപാടികളാണ്. കൊറോണ കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻക്വയറിയാ. നോക്കട്ടെ കേട്ടോ. ജനുവരി 20 അല്ലേ? ജനുവരി 17 കാട്ടാക്കട, ജനുവരി 18 തൃപ്രയാറ്, ജനുവരി 19 ആലപ്പുഴ, ജനുവരി 21 തൃശ്ശൂർ. ഇതിന് എത്ര? 20 എവിടെ സ്ഥലം? ആലപ്പുഴ തന്നെ. അപ്പൊ ഓക്കെ. റേറ്റ് എങ്ങനെയാണ്? 3.5 ലക്ഷം രൂപ. 3 ലക്ഷം പൈസ കുറയില്ല. 3.5 ലക്ഷം രൂപ. ഈ 3 ലക്ഷം രൂപയ്ക്കുള്ള പ്രോഗ്രാം ഉണ്ടാവും. ചോദ്യമാണല്ലേ. പരിപാടിയാ. വെറൈറ്റി ആണ്. ജനങ്ങൾ അമ്പരന്ന് നിൽക്കും. ആണല്ലേ? എന്താണ് വെറൈറ്റി ആയിട്ട്? എന്താണ് തുടക്കം തന്നെ ജനങ്ങളെ കിടക്കാൻ വേണ്ടിട്ട് പരിപാടിയുണ്ട്. എന്താണ്? ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബോക്സിനകത്തേക്കാണ് കിടക്കം. എന്നിട്ട് ആ പെൺകുട്ടിയുടെ തല ഒരു വശത്ത്, കാലൊരു വശത്ത്. എന്നിട്ട് അറക്കവാള് വെച്ച് ആ പെട്ടി ഇങ്ങനെ ഇറക്കും. അറന്ന് കഴിയുമ്പോ പെണ്ണിന്റെ കാല് കിടന്ന് പിടയ്ക്കും, തല കിടന്ന് അലറും, കൈകൾ കിടന്ന് അലറും. അതിനുശേഷം ഒരു തുണിയിട്ടാണ് മൂടും. അതിനുശേഷം ആ തുണി കിടന്ന് അയ്യോ. അപ്പോൾ ആ പെൺകുട്ടി എഴുന്നേറ്റ് കൈകൾ വീശി എല്ലാവരും നോക്കി ചിരിച്ചിട്ട് കൂളായിട്ടേക്ക് പോകും. ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ എഗ്രിമെന്റിന്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ? 1 ലക്ഷം രൂപ. അയ്യോ, നിങ്ങളുടെ ആശ കിടുക്കലാണല്ലോ. എന്ത് പരിപാടിയാണ് പുള്ളി പറഞ്ഞത്? എന്ത് പരിപാടിയാണ് ഇതൊക്കെ? തട്ടിപ്പല്ലേ, ടെക്നിക്കല്ലേ ഇതൊക്കെ? എന്താ പറഞ്ഞ മറ്റേ പെണ്ണ് പൊങ്ങി വരുന്നു. അതൊരു പെട്ടിയിൽ നേരത്തെ തന്നെ ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ പെട്ടിയിൽ ഈ പറഞ്ഞ പെണ്ണെ കയറ്റും. എന്നിട്ട് ഈ സെന്റർ ഉണ്ടല്ലോ, അത് ഇറക്കപ്പൊടിയിൽ ഇങ്ങനെ ഇങ്ങനെ മുറിക്കും. അപ്പൊ ഈ പെണ്ണിങ്ങനെ എന്നിട്ട് ടാറ്റ പറയാം. അത്ര നിസ്സാര സംഭവം ഉള്ളൂ. തട്ടിപ്പാണല്ലേ? അയ്യോ, അപ്പൊ അതാണ് പരിപാടി. ഓക്കെ. അപ്പൊ നമുക്ക് എഗ്രിമെന്റ് എഴുതാം. അതിനു മുമ്പായിട്ടേ ഇപ്പൊ പറഞ്ഞ സംഭവം ഇല്ലേ, ആ പരിപാടി നമുക്ക് വേണ്ട. ആ പരിപാടി അടിപൊളി പരിപാടി. അത് വേണ്ട. 2 പെൺപിള്ളേരെ ഇങ്ങനെ ബോക്സിന്റെ അകത്ത് മാറ്റി എടുത്തിട്ടുള്ള പരിപാടിയല്ലേ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ പൊളിയും. അതുകൊണ്ടോ വേറെ പരിപാടി ഉണ്ട്. അപ്പൊ ഒരു 50 രൂപ കട്ട് ചെയ്യാം. ഇതിന് 50 രൂപ കട്ട് ചെയ്ത് 3 ലക്ഷം രൂപ. അതിനുള്ള വെറൈറ്റി എന്താ? ഒരു പെൺകുട്ടിയെ അതുപോലത്തെ ഒരു പെട്ടിയിൽ കെട്ടി നിർത്തും. എന്നിട്ട് 20 വാള് ആ പെട്ടിയിലേക്ക് കുത്തിക്കയറ്റും.
മനസ്സിലായോ? അതിനാ പെട്ടി കറക്കും, അതിനാ വാളുകൾ ഊരി മാറ്റും, കറുത്ത തുണിയിട്ട് മൂടും. ഇലാസ്റ്റിക്കോ മാജിക് എന്ന് പറയുമ്പോ ആ വാതിലാണ് തുറക്കും. അയ്യോ ഇല്ല. ആ പെൺകുട്ടി കൈകൾ വീശി എല്ലാവരും നോക്കി ചിരിച്ചിട്ട് പുറത്തേക്ക് പോകും. കൂടായിട്ട് ഇറക്കും. കൂളായിട്ട് ഇറങ്ങും. അത് കൊള്ളാം. ഉഗ്ര പരിപാടിയല്ലേ? അത് അടിപൊളി പരിപാടിയാ. അത് ഈ പേന തെളിയല്ല, ഞാൻ നല്ലൊരു പേന എടുത്തിട്ട് വരാം. ഓക്കേ. ഇപ്പൊ പറഞ്ഞത് എന്നാ സൂപ്പർ പരിപാടിയത്. ഇപ്പൊ പറഞ്ഞ സംഭവം. വെറൈറ്റി അല്ലേ? എന്ത് സൂപ്പർ. ഇപ്പൊ ടിക്കറ്റ് സംഭവം ആ. ആ പെട്ടിയിലേക്ക് ഇങ്ങനെ വാള് കെട്ടൂലേ, അപ്പൊ ഇങ്ങനെ വാള് മടങ്ങി പോകും. അപ്പൊ അങ്ങോട്ട് കേറൂല. അപ്പൊ ഇങ്ങനെ എല്ലാം 20 വാള് കുത്തുമ്പോഴും സംഭവം കേറൂല. വളഞ്ഞു തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പെണ്ണ് കൂളായിട്ട് ടാറ്റ പറഞ്ഞു. അങ്ങനത്തെ പരിപാടി ടെക്നിക്കല്ലേ ഇത്. ഓക്കേ. അപ്പൊ ക്ലബിന്റെ പേരെന്താ പറഞ്ഞേ? ക്ലബിന്റെ പേര് അജയ് ആർട്സ് ആൻഡ് സ്പോർട്സ്. അജയ് ആർട്സ് ആൻഡ് സ്പോർട്സ്. പിന്നെ ഇപ്പൊ പറഞ്ഞൊരു പരിപാടി ഇല്ലേ? ജനുവരി 20-ാം തീയതി. ഇപ്പൊ പറഞ്ഞൊരു പരിപാടി അത് നമുക്ക് വേണ്ട. അത് വേണ്ടേ? അത് വേണ്ട. അത് ഈ വാളിങ്ങനെ വളച്ചു കയറ്റുന്ന പരിപാടിയല്ലേ അത്. അതും പൊളിച്ചാ. അല്ലെങ്കിൽ അവിടെ പൊളിയും വീട്ടിൽ നിന്ന് പാറ്റയും പിടിച്ചിട്ട് വന്നേക്കാണ് പരിപാടിയിലിടാൻ. ഞാനുള്ള കാര്യം പറഞ്ഞു. ഓക്കെ. നമുക്ക് ലാസ്റ്റ് 2.5 ലക്ഷം രൂപ. ഓക്കെ ഓക്കെ. ഓക്കെ ഫിക്സ് ചെയ്യട്ടെ. ഫിക്സ് ചെയ്തു. 1 ലക്ഷം രൂപ അഡ്വാൻസ്. അഡ്വാൻസ് എടുക്കാം. ഓക്കെ. ജനുവരി 20 കേട്ടോ. അജയ് ആർട്സ് ആൻഡ് സ്പോർട്സ്. അജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ. ആ അയ്യോ ശരി. ഓക്കെ എന്നാ. അതെ പിന്നെ ഒരു ചെറിയൊരു മാറ്റമുണ്ട് നമ്മുടെ പരിപാടിയിൽ. നമ്മുടെ ഡേറ്റ് ഒന്ന് മാറ്റി. മന്ത്രിക്ക് സമയമില്ലെന്ന്. അയ്യോ. അപ്പൊ 29-ാം തീയതിയിലേക്ക് മാറ്റി. ഓക്കെ. 29-ാം തീയതി. പക്ഷെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോ? അല്ല നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? ഡബിൾ കളിക്കാം. അല്ല നേരത്തെ പറഞ്ഞല്ലോ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഡേറ്റ് ഇല്ല, നമുക്ക് ഡബിൾ കളിക്കാലോ. വേണ്ട അങ്ങനെ റിസ്ക് എടുക്കാൻ കഴിയാലോ. അത് കുഴപ്പമില്ല. അതിന്റെ ആവശ്യം മന്ത്രി വിളിച്ചു പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. വേറെ മജീഷ്യന്മാരെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ല അത് വേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട നമുക്ക് വേണ്ട, ക്യാൻസൽ ചെയ്തേക്കാം കേട്ടോ. അടുത്ത വർഷം ആകട്ടെ. ഓക്കെ. ആശാനെ വല്ല കാര്യമുണ്ടാ? 30,000 രൂപയുടെ പരിപാടി ഒരു 3 ലക്ഷം രൂപ എഗ്രിമെന്റ് എഴുതാൻ പോവാണ്. അപ്പൊ ഡേറ്റിൽ നിന്ന് ഇനി അവർ 1 hour ഡേറ്റ് ഉണ്ടെന്ന് പറ. വെറുതെ ഡേറ്റ് നീ സംസാരിക്കരുത്. നീ അല്ലേ എന്റെ പരിപാടി പൊളിക്കാൻ നോക്കിയത്? നമ്മളവിടെ ചെല്ലുമ്പോ പൊളിയൂലേ? വേറെ ടീം വരുന്നു. ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഈ മനീഷ കൊയ്രാള? മനീഷ കൊയ്രാള അതൊരു ഹിന്ദി സിനിമാടിയല്ലേ? അതെ, മാജിക്കിന്റെ പരിപാടി. മജീഷ്യൻ. അത് തന്നെ മജീഷ്യൻ. രാംരാജ് മജീഷ്യൻ രാംരാജ് ഞാനാണ്. നിങ്ങൾ ഈ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാനിഷാക്കുമെന്ന് പറഞ്ഞു. വാനിഷാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പട്ടനാടുപുഴയുടെ പ്രതിമയില്ലേ, അതൊരിക്കൽ ഞാൻ വാനിഷാക്കി കളഞ്ഞു. പിന്നെ മലമ്പുഴയിലെ യക്ഷിയില്ലേ, അതിനെ ഒരു ദിവസം ഞാൻ വാനിഷാക്കി കളഞ്ഞു. പിന്നെ ഗുരുവായൂരിലുള്ള ആനയുടെ ശില്പമില്ലേ, അതൊരു ദിവസം ഞാൻ വാനിഷാക്കി കളഞ്ഞു. മൊത്തം വാനിഷ ചെയ്തേക്കുന്നത് നിങ്ങളാണ്. അതെ. ഈ വാനിഷ് ചെയ്ത സാധനങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ, നമ്മൾ വാനിഷാക്കാത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായില്ലേ? സ്കൂളിലൊരു പരിപാടി ഉണ്ടായിരുന്നു, സെന്റ് ജോസഫ് സ്കൂളിൽ. അടിപൊളി പരിപാടി. അന്നേരം നിങ്ങള് ഈ പെട്ടിക്കുള്ളിൽ വാനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനെ, +2 വിദ്യാർത്ഥിനെ വിളിച്ചു. അവളെ നിങ്ങൾ വാനിഷാക്കി. പരിപാടിയെ പറ്റി അറിഞ്ഞിരുന്നല്ലേ? അറിഞ്ഞില്ല. ആ കുട്ടിയുടെ തന്തയും തള്ളയാണ് ഞങ്ങൾ. ഇഷ്ടപ്പെട്ടു. നന്ദി പറയാൻ വന്നതായിരിക്കും അല്ലേ? നന്ദി പറയാനല്ല, എടാ പന്നി. ആ കൊച്ചു വാനിഷായിട്ട് ഇതേവരെ കുടുംബത്തെത്തിയിട്ടില്ല. നീ അതിന് സമാനം പറയും. നീ അല്ലേ കട്ടന്റെ പുറകെ കൂടെ ഞാൻ കൊച്ചിന്റെ കയ്യിലേക്ക് കുടിച്ചു തന്നല്ലേ? അപ്പോഴത്തേക്ക് ഞാൻ വേറെ സാധനം എടുക്കാൻ വേണ്ടി പോയില്ലേ? കൊച്ചിനെ വാനിഷ് ചെയ്യാനായിട്ട് ഹെഡ് മാസ്റ്റർ അല്ലേ എന്റെ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടത്? എടാ ആര് കയറ്റി വിട്ടാലെന്താണ്? നീ വാനിഷ് ചെയ്തിട്ട് എന്റെ കൊച്ചവിടെ. അല്ല കൊച്ചിനെ ഞാൻ അപ്പൊ തന്നെ കട്ടന്റെ കൊച്ചിനെ പോയില്ല. അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് പോയി. ഞാനല്ല ഉത്തരവാദി. അതൊരു ട്രിക്കായിരുന്നേ. എന്ത് ട്രിക്കാണ്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പെങ്ങളെ പെട്ടിനകത്ത് കയറി വാനിഷിക്ക് കാണിച്ചു തരാം. നിസ്സാര സംഭവം ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ട്രിക്കാണത്. വാ ഈ പെട്ടിനുള്ളിലേക്ക് കയറണം. ഞാനോ? ആ കേറി. എനിക്ക് നോക്കാല്ല, കേറി നീ. അടയ്ക്കും. മ്യൂസിക് ഇട്ട് കൊടുക്കണം. ആ മ്യൂസിക് കേൾക്കണം. ഒരു മ്യൂസിക് കിട്ടും. അടച്ചു കൊടുത്തോ. Magic is the revolution of elastic of plastic of evolution. Is the magic is vanishing. Vanishing. തുറക്കട്ടെ. Boom boom ba. അയ്യോ എന്റെ ഭാര്യ സുഖത്തിയെത്തി. Vanishing. That magic. Vanishing the lady. എന്നിട്ട് എന്റെ ഭാര്യ സുഖത്തിയെത്തി. അത് കട്ടന്റെ പുറകിലുണ്ടെന്നേ. വിളിക്കാന്നല്ലേ? പിന്നെ വിളിക്കാനാ. എന്താ പേര്? സുഗന്ധി. സോന്ദി ചേച്ചി. സുഗന്ധി ചേച്ചി. സുഗന്ധി കഴിഞ്ഞടി, നീ ഇങ്ങോട്ട് പോരെ. പോരെ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. സുഗന്ധി ചേച്ചി ഇവിടെ പോരെ. എടാ ഒന്ന് വിളിച്ചടാ. കാണാനില്ല. സുഗന്ധി ചേച്ചി. ഉറക്കെ വിളിക്കേ. സുഗന്ധി ചേച്ചി. സോന്ദി ചേച്ചി. സുഗന്ധി ചേച്ചി. ചേച്ചി. സുഗന്ധി ചേച്ചി. ഇതിന്റെ ഉള്ളിൽ അങ്ങനെ കയറിയിരിപ്പുണ്ട്.
എന്റെ ഭാര്യയാണ്. അയ്യോ അതിന് പുറയിലേക്ക് പോയിട്ടില്ല അതിന് എടാ മഹാഭാവി, ഒറ്റ ദിവസം കൊണ്ട് നീ എന്റെ കുടുംബത്തെ അപ്രത്യക്ഷമാക്കി കളതടാ. ആദ്യ കാലത്ത് എന്റെ കൊച്ചിനാ, ഇപ്പൊ എന്റെ ഭാര്യ സുഗന്ധി ചേച്ചി നിന്നെ ഞാൻ കൊല്ലും ഞാൻ. അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടാ, അതിനകത്തൊരു വലിയ കുഴിയുണ്ട് ചേട്ടാ. ആ കുഴിക്കകത്തോട് ഞാൻ അങ്ങ് വീണ് പോയി. 5 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ ചെന്ന് വീണ്. അവിടുന്ന് ഓട്ടോ വിളിച്ച് വരുവാ ഞാന്. ഇതേപോലെ എന്റെ കൊച്ചിനെ ഏതെങ്കിലും കുഴിയിലിട്ട് നീ മൂടിയിട്ടുണ്ടാവും. എവിടെ എന്റെ കൊച്ചി? അയ്യോ സ്കൂളിൽ അങ്ങനെ കുഴിയൊന്നും ഇല്ലല്ലോ. നീ വർത്താനം പറയാൻ നിൽക്കാതെ എന്റെ കൊച്ചിനെ കാറ്റ് കുത്തി ഒടുക്കത്തെ മാനസിക്ക് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. എടാ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ പരിപാടി നിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കേട്ടോടാ. ശരിയാക്കി തരാടാ. 1 2 3 ഹലോ. 4 5 6. ആ പോലീസ്. എന്താ സാറേ? എന്താ? അയ്യോ എന്താ? എന്താ ചേട്ടാ? പോരാ സാറേ. എന്താ? എടി ആ പുഴയില് ഒരു 18 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ചെടപ്പൊക്കെയൊക്കെ സമാധാനം പറഞ്ഞിട്ട് പോടാ. ചേട്ടാ രക്ഷിക്ക് ചേട്ടാ, ഈ പ്രസ്ഥാനം പൂട്ടിക്കരുത്. മിണ്ടി എന്താടി മോളെ നീ എവിടെ ഇരുന്നത്? അച്ഛൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അയ്യോ, അടിച്ചെന്നെ പൊട്ടിക്കെന്നെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ചെന്ന് എവിടെ വെച്ചാണ് നീ ഇവനെ പരിചയപ്പെട്ടത്? റീൽസിൽ വെച്ച്. അവിടെ റീൽസ്. എന്ത് റീൽസ്? പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്യത്തില്ല അതില്. എടാ നിനക്ക് വല്ല ജോലിയോ കൂലിയോ എന്തെങ്കിലും ഉണ്ടാടാ? ചേട്ടന് കൊറേ കേ ഉണ്ട് അച്ഛാ. കേയാ? ആ കേ റീൽസിൽ കൊറേ കേ ഉണ്ട്. വിശക്കുമ്പോ കേ മുഴുകിട്ടിട്ടാ മതിയാടാ. അവനൊരു കേട പോലെയാണ് ഇരിക്കണത്. ഹായ് ബ്രോ. അച്ഛനെ കേറി ബ്രോന്നാ? ഡാഡിനെ ഞാൻ ബ്രോ എന്നാ വിളിക്കുന്നത്. അപ്പൊ മമ്മിനെ ബ്രൂന്നാണോ വിളിക്കണത്? കൊല്ലും തന്നെ ഞാൻ. ആ, താൻ ഒരുത്തക്കാരനോട് ഇത് മുഴുവൻ സംഭവിച്ചത്. അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ചെലവാ. ഇതാവുമ്പോ എന്റെ ഒരൊറ്റ വാനിഷിംഗ് കൊണ്ട് പെണ്ണിന്റെ കല്യാണം നല്ല വാനിഷായിട്ട് നടന്നില്ലേ? പോരെ?